ഹലോ, എല്ലാവർക്കും മൈടെക് ആൻഡ് യുവർ ടെക്കിലേക്ക് സ്വാഗതം. ഈ റമദാനിൽ എനിക്ക് കിട്ടിയ ഒരു അറിവ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കാനാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മൾ നോമ്പ് നോൽക്കാൻ വേണ്ടി, അതായത് അത്താഴത്തിന് നമ്മളൊരു അരിഭക്ഷണങ്ങളും പത്തിരിയും ചോറും അങ്ങനെ പൊരിച്ചതും കരിച്ചോ എല്ലാം, പിന്നെ നമ്മളെന്താ പറയുക, കട്ടൻ ചായ വെള്ളം കൂടുതൽ കഴിച്ചിട്ട് നോമ്പ് നോൽക്കുന്നതാണ് നമ്മളിൽ കൂടുതൽ പേരും. ഞാനും അങ്ങനെ ആയിരുന്നു. ഈ നോമ്പ് പകുതി എൻ്റെ മുകളിലും ഞാനും അങ്ങനെ ആയിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ഒരു അറിവ് കിട്ടിയ എന്താ വെച്ചാൽ, അത്താഴത്തിന് നമ്മളെ ഈ കാരക്ക 3 5 അല്ലെങ്കിൽ 7 അങ്ങനെ കഴിക്കുക, ഒരു ഗ്ലാസ് വെള്ളമോ കുടിക്കുക എന്ന് കേട്ടപ്പോൾ ഞാൻ ചെയ്ത് നോക്കി. അങ്ങനെ ഞാനൊരു ആഴ്ചൻ്റെ മുകളിലായി ഇപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ 7 കാരക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ കുടിക്കുന്നത്. ഇത്രയും ദിവസമായിട്ട് ഇന്ന് 8ാമത്തെ നോമ്പായിട്ട് എൻ്റെ ഇതിൽ. അപ്പോൾ ഇതുവരെ എനിക്ക് എന്ത് ചെയ്തിട്ടില്ല. ഈ നോമ്പിന് ഒരു പ്രശ്നവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടോ ഒന്നും തോന്നിയിട്ടില്ല. അതായത് വിശപ്പോ ദാഹമോ ഒന്നും അറിയുന്നില്ല. മരുവായിട്ട് പോലും വെള്ളം കൂടുതൽ കുടിക്കാൻ വേണ്ട 1 2 ഗ്ലാസ് കുടിക്കുമ്പോഴേക്ക് തന്നെ നിർത്താനാണ് തോന്നുന്നത്. അപ്പോൾ കൂടുതൽ കടിയോ പൊരിയോ തിന്നാൻ തോന്നുന്നില്ല. 1 2 കാരക്കേ കഴിക്കാനെനിക്ക് തോന്നുന്നുള്ളൂ. അപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ചോദിക്കും, ഭക്ഷണം കഴിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ടും വേണ്ട, ഇശാ ആയിട്ടും ഉമ്മയിപ്പോൾ നിർബന്ധിച്ചിട്ടാണ് ആ വീട്ടിൽ എന്തെങ്കിലും പത്തിരിയും കാര്യങ്ങളും ചോറൊക്കെ തിന്നണ മരുവിനും. അങ്ങനെ ഒരു മാറ്റം എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ എനിക്ക് തോന്നി, നിങ്ങൾക്ക് പങ്കുവെക്കണമെന്ന് തോന്നി, നല്ലതാണെന്ന് തോന്നിയത് കൊണ്ട് പറയാൻ വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഇതിനുള്ള നോമ്പ് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. പ്രശ്നമൊന്നുമില്ല. ഒരു 7 കാരക്ക് 1 2 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതി. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ദാഹമോ വിശപ്പോ ഒന്നും അറിയില്ല. കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നോമ്പ് കിട്ടുകയും ചെയ്യും. നല്ല നല്ല രൂപത്തിലുള്ള മനസ്സും നല്ല എന്താ പറയുക, മനസ്സിനൊരു സന്തോഷം കിട്ടും. മറ്റേ നോമ്പ് നോൽക്കുന്നതിനെക്കാട്ടിലും ഒരു അപേക്ഷിച്ച് നമ്മുടെ മനസ്സിന് നല്ലൊരു സന്തോഷം സമാധാനം കിട്ടുകയും ചെയ്യും. മനസ്സിലൊരു റിലീഫാവും, ഫ്രീ ആവും, നല്ലൊരു ഉന്മേഷവും എനിക്ക് കിട്ടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.